കൂട്ടുകാർ, നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ ശ്രുതിയുടെ കള്ളങ്ങൾ കയ്യോടെ പൊക്കി നമ്മുടെ സച്ചിൻ അത് പ്രേക്ഷകരെ കള്ളങ്ങൾ മറനീക്കി വരുന്നു. നമ്മുടെ ശ്രുതിയുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയെ കാണാൻ നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലിൽ വരികയും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ടപ്പോൾ ഇനി ഞാൻ അധികം നാളുണ്ടാകുമെന്ന് തോന്നുന്നില്ല, നമ്മുടെ ആദിയുടെ കാര്യത്തിൽ നീ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്രുതി മരുന്ന് മേടിക്കാൻ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നമ്മുടെ ആദീനെയും എടുത്തിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ കാണാൻ വരുന്നുണ്ട്. അതിനുശേഷം അവരുടെ ആ ഒരു വരവ് കണ്ടതോടുകൂടി തന്നെ നമ്മുടെ ശ്രുതി ആ മുറിയിൽ കയറി വേഗം ഒരു കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സച്ചിൻ രേവതിയും എന്തൊക്കെയോ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സച്ചിയുടെ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാണോ കക്ഷി എന്നൊക്കെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും, ആരെയായിരിക്കും അവിടെ സച്ചി അന്വേഷിക്കുന്നത്, ചോദിക്കുന്നതും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം കൈയോടുകൂടി പൊക്കുമോ നമ്മുടെ സച്ചിയും രേവതിയും? എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി നമ്മുടെ സച്ചിയും രേവതിയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ ജീവിതം കുളം തോണ്ടുമോ? അങ്ങനെയൊന്നും ചെയ്യാത്തൊരു രണ്ടുപേരാണ് നമ്മുടെ സച്ചിയും രേവതിയും. അവരുടെ ആ ഒരു വലിയ മനസ്സ് പ്രകാരം നമ്മുടെ ശ്രുതിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യത്തുള്ളൂ. ആ ശ്രുതിയുടെ ജീവിതം എന്നേക്കുമായി നശിച്ചു പോകാൻ അവർ സമ്മതിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ സച്ചിൻ രേവതിയും എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.